ഹലോ എവരിബഡി, ഹിന്ദി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ നമ്മൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ എക്സാമിന് ഏറ്റവും ഷുവറായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ദോഹെ. ഇവിടെ നമുക്ക് 2 ദോഹയാണ് തന്നിട്ടുള്ളത്. ഒന്ന് കബീർ ദാസിൻ്റെയും ഒന്ന് റഹീമിൻ്റെയും. അപ്പോൾ ഈ എക്സാമിന് ഇതിലേതെങ്കിലും ഒന്നാണ് വരിക. അപ്പോൾ നിങ്ങൾ തീർച്ചയായും പഠിച്ചു പോകേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഈ കബീർ ദാസ് എഴുതിയിട്ടുള്ള ഈ ദോഹെ. बड़ा हुआ तो क्या हुआ जैसे पेड़ गचोर പന്തി കോ ചായ നാഹി ഫൽ ലാഗെ അതിതോർ. ഈ ഒരു 2 വരിയുടെ ആശയം എന്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുക. 2 മാർക്കിനാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഇത് ആരെഴുതിയ ദോഹയാണെന്നാണ്. ആരെഴുതിയതാണ്? ബഡാ ഹുവാ തോ ക്യാ ഹുവ എന്ന് തുടങ്ങുന്ന ഈ ദോഹ എഴുതിയത് ഹിന്ദിയിലെ പ്രസിദ്ധനായ എഴുത്തുകാരൻ, പ്രാചീന എഴുത്തുകാരനായ കബീർ ദാസ് ആണ്. അപ്പോൾ നമ്മളത് മറന്നു പോകരുത്. അതേപോലെ ഇതിന് ചോദിക്കാനുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? പന്തി. ഇവിടെ കണ്ടോ പന്തി. ഈ പന്തി എന്ന വാക്കിൻ്റെ സമാനാർത്ഥി ശബ്ദം എന്താണെന്ന് ചോദിക്കും. പന്തി എന്ന വാക്കിൻ്റെ സമാനാർത്ഥി ശബ്ദം യാത്രി എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 2 വരിയിൽ കബീർദാസ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇസ് ദോഹേമേ കബീർദാസ്, ഒന്നുകൂടെ നോക്കാം. ഇസ് ദോഹേമേ കബീർദാസ് कहते हैं कि गजूर का पेड़ गजूर के पेड़ के समान गजूर के पेड़ के समान बड़े होने से कोई फ़ायदा नहीं है. बहुत ऊंचाई पर होने से यात्रियों को छाया और फल नहीं मिलते. मनुष्य को ऐसा नहीं होना चाहिए. हम बड़े होकर भी दूसरों का कोई उपकार नहीं करते तो उस बड़पन से कोई लाभ नहीं. परोपकार करने वालों या दूसरों की भलाई करने वाले ही സച്ചേ അർത്ഥമേ മഹാൻ യാ ബഡേ ഹോത്തേ എന്നാണ് ഈ 2 വരിയുടെ ആശയം വരുന്നത്.